അപ്പോൾ ഒരു ചിത്രം എടുക്കുക. അപ്പോൾ ഈ ചിത്രം എടുക്കുക ഉള്ള ബട്ടൺ, ഈ നീല ബട്ടൺ നമ്മൾ അമർത്തണം. അമർത്തുന്ന സമയത്ത് നമ്മളുടെ എന്താണോ ചെടിക്കുള്ള പ്രശ്നം നമുക്ക് നേരിട്ട് പോയിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ച ഫോട്ടോ ഇല്ലേ, അത് നമുക്ക് അതിൽ കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ഒരു വാഴൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുക്കാം. കണ്ടോ, ഈ വാഴൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കുന്ന സമയത്ത് അതൊരു ടിക്ക് ബട്ടൺ കാണിക്കുന്നുണ്ട്, ഒരു ഓറഞ്ച് നിറമുള്ളത്. അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിനെ ഡിറ്റക്റ്റ് ചെയ്യണം, എന്താ പ്രശ്നം, ഈ വാഴയ്ക്ക് എന്താണ് ഈ ഇലയ്ക്ക് പ്രശ്നം എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അതെന്നെ കാണിച്ചിട്ടുണ്ട് മഞ്ഞ കറുപ്പ് സിങ്കോട്ടിക് രോഗം. ഇതെന്താ രോഗം എന്ന് നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൃഷിഭവനിൽ പോയിട്ട് എന്താ പ്രശ്നം, ഇത് കുറേ ദിവസമായി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ രീതിക്ക് സംസാരിക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്താ പ്രശ്നം നമ്മൾ നോക്കാറില്ല. പക്ഷേ ഈ ഒരു ഫോൺ, ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളത് അതെന്നെ കാണിച്ചു തന്നു. അതിനുള്ള മരുന്നും നമ്മൾക്ക് അതെന്നെ കാണിച്ചു തരുന്നുണ്ട്. താഴത്തെ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള മരുന്ന്, എന്തൊക്കെ മരുന്നാണ്, എന്തൊക്കെ കീടനാശിനികളാണ് അതിൽ ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾക്ക് ഇതിൽ ഏത് കീടനാശിനി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് കടയിൽ പോയി വാങ്ങുവാണെങ്കിൽ കടയിൽ പോയി വാങ്ങിച്ചിട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം തന്നെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കീടനാശിനികൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും. അത് പക്ഷെ നമുക്ക് അത്രയും സമയം ലാഭമാണ്, നമുക്ക് എല്ലാം കൊണ്ടും നല്ല ലാഭമുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾക്ക് ഏതാണോ നമ്മൾക്ക് പറ്റുന്നത്, അപ്പം എനിക്കിപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് കിട്ടുമെന്ന് വെക്കി. അപ്പോൾ അതിന് ശേഷം താഴെ തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, മീൻസ് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എന്താ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു സെർച്ച് ബാർ ഉണ്ട്, ഒരു ഭൂതക്കണ്ണാടി പോലത്തെ സാധനമുണ്ട്, കാണുന്നുണ്ടോ? അത് നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് മരുന്നാണ് കിട്ടിയതെന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതിന്ന് ഏത് മരുന്നാണ് നമുക്ക് കടയിൽ നിന്നാണെങ്കിലും നമുക്കിപ്പോൾ വാങ്ങിച്ചാണെങ്കിലും ഏത് മരുന്നാണ് കിട്ടിയത് പറഞ്ഞു വെച്ചാൽ ആ മരുന്ന് നമ്മൾ ഞെക്കിക്കൊടുക്കുന്ന സമയത്ത് നമുക്കതിൽ കാണിക്കാൻ പറ്റും. താഴെ തന്നെ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് അളവ് കാണിക്കുക, ആ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്കവിടെ. അപ്പോൾ ഈ അളവ് കാണിക്കുക എന്ന് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമ്മുടെ ചോദിക്കും എത്ര ഏക്കർ സ്ഥലമാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ളൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 ഏക്കർ വരും. ഒരു ബട്ടണും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ 1 ഏക്കർ വരും. അപ്പോൾ ആ 1 ഏക്കറാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ആ 1 ഏക്കർ കൊടുത്ത ശേഷം കണക്ക് കൂട്ടുക എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ആ സമയത്ത് നമുക്ക് എത്രയാണ് ഉപയോഗിക്കുന്നത് കാണിക്കുന്നുണ്ട്. ഓരോ പ്രയോഗത്തിനും 1 ഏക്കറിന് 708 ഗ്രാം 304 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന രീതിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ മതി എന്നും കൂടെ പറയുന്നുണ്ട് അവർ. അതിന് താഴെ തന്നെ അവർ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ തെളിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ താഴെ തന്നെ കാണിക്കുന്നുണ്ട് കാറ്റോ മഴയോ ഉണ്ടെങ്കിൽ ഉൽപ്പന്നം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ദിവസത്തിലെ ഏറ്റവും ചൂടേറിയ സമയത്തിൽ പ്രയോഗം ഒഴിവാക്കുക. ഇങ്ങനെ നമുക്ക് ഡീറ്റെയിലായി നമുക്ക് നമ്മുടെ വേണ്ട എന്താണ് ചെടിക്കുള്ള പ്രശ്നം, നമുക്ക് ഇതിനു വേണ്ടി സമയം നഷ്ടപ്പെടുത്തി അവിടെ പോയോ അല്ല അത് കാരണം നമുക്ക് അടുത്തുള്ള കൃഷിക്കാരുടെ അടുത്ത് പോയി ചോദിക്കുകയോ അങ്ങനത്തെ ആവശ്യമില്ല. ചിലപ്പോൾ അവരുടെ മണ്ണിൽ ചിലപ്പോൾ ശരിയായി നടന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾക്ക് അതേപോലെ ശരിയായി നടക്കണം എന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് കൂടുതലായിട്ട് എന്താണ് പ്രശ്നം, നമുക്ക് ചെടിക്കാണെങ്കിലും എന്താ പ്രശ്നം, നമുക്ക് കായ്ക്കാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ ചെടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിലാണെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഈ ആപ്പ്, നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റെക്സ് ആപ്പ്. അതിന് ശേഷം ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുന്ന ആൾക്കാരാണോ അല്ല ഈ ട്രാക്ടർ ഈ ഉഴുതുമറിക്കുന്ന അങ്ങനത്തെയൊക്കെ കൊടുക്കുന്ന ആൾക്കാരാരെങ്കിലും അങ്ങനെയൊക്കെ ആണോ ആരെങ്കിലും? എല്ലാവരും കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലേ. ഇനി അടുത്തൊരു ആപ്പ് പറയുമ്പോൾ നമുക്ക് ഉഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ട്രാക്ടറും കാര്യങ്ങളൊക്കെ വേണം. അത് നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കുക? നിങ്ങൾക്ക് അടുത്ത് അറിയുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുകയാണോ അല്ല നമുക്കിപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ പോലെ തന്നെ ഉഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തമുള്ള ആൾക്കാർ മൊത്തം അതേ ട്രാക്ടർ വെച്ചിട്ട് അവരുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് ഉഴുതിയ ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ രീതിക്ക് ചെയ്യുവാണോ? അങ്ങനെ അങ്ങനത്തെ ആ രീതിക്കാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ അവരുടെ സമയം അവരുടെ സമയം അനുസരിച്ച് നമ്മുടെ സമയം മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ കാണിച്ച പോലത്തെ നമ്മൾ ഈ വാട്സപ്പും യൂട്യൂബും പോലത്തെ ഒരു ചെറിയ സാധനങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നമുക്കിങ്ങനെ സംഭവങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരാളെ വേണം, അല്ലെങ്കിൽ ഒരു ട്രാക്ടർ വേണം, അല്ലെങ്കിൽ കൊയ്ത്ത് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
നമ്മൾക്ക് ആൾക്കാരെ വാങ്ങിക്കാൻ വേണ്ടി, ആൾക്കാരെ ആണെങ്കിൽ നമുക്ക് തൊഴിലാളികളെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, സാധനങ്ങളാണെങ്കിലും എന്തും നമുക്ക് ആ ഒരു ആപ്പിലൂടെ തന്നെ നമുക്ക് ലഭ്യമാണ്. നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് സമയം നഷ്ടമാക്കിയിട്ട് അവരെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു തരുമോ, അല്ല അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കേണ്ടതായിട്ട് ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഈ ആപ്പ് ഇപ്പോൾ ഇംഗ്ലീഷിലാണുള്ളത്, ദയവേത് ആരും പേടിക്കേണ്ടത്, വൈകാതെ തന്നെ കുറച്ച് ദിവസത്തിനുള്ളത് മലയാളത്തിലാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനും കാര്യങ്ങളൊക്കെ പറ്റും. എന്തായാലും ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി കാണിച്ചു തരാം. ഈ ഒരു സംഭവം ശരിക്കും നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് കമ്പനി വഴിയാണ്, എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി വഴിയാണ് തുടങ്ങാൻ പോകുന്നത്. ആ ഉത്തരവാദിത്വം സൊസൈറ്റിക്കാണ്. അടുത്ത പ്രാവശ്യം വരും എന്നുള്ളത് അയാൾ തന്നെ വരണമെന്നില്ല. ഇപ്പൊ ഇപ്രാവശ്യം ഞാനാണ് ട്രാക്ടർ കൊണ്ടുവന്നത്. നിങ്ങൾ ബുക്ക് ചെയ്യുന്നു ഇന്ന ദിവസം വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആരെ ഏൽപ്പിക്കണം, ആര് വന്ന് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ സൊസൈറ്റിയാണ്. ആ വണ്ടി വരില്ല. അതാണ് നേരത്തെ സ്വരൂപ് പറഞ്ഞത്, നമ്മൾ പോലും അറിയാതെ അവിടെ നമുക്കൊരു ഗ്രൂപ്പ് ഫാമിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ സമയത്ത് സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് ആര് വരണം, എപ്പോ വരണം എന്നുള്ളത്. അന്ന് ഇത് ചെയ്യാൻ പറ്റും. അത് ട്രാക്ടർ കൂട്ടുന്ന കാര്യം മാത്രമല്ല, തേങ്ങയിടാനും എത്തും. ഗ്രൂപ്പിൽ വരും, എല്ലാവരും ആ ഗ്രൂപ്പിൽ വരും. അതില് സംശയം, ഒരു പ്രദേശത്ത് ഒരു ട്രാക്ടർ അവന്റെ കുത്തകയായിട്ട് വെച്ചുകൊണ്ടിരിക്കണം. അവരുമായിട്ട് നമുക്ക് സൊസൈറ്റി ആയിട്ട് നീ പറഞ്ഞ 4 പേർക്ക് കണ്ടോണം, അത് കൂട്ടാൻ വേണ്ടി നീ കണ്ടതിന്റെ ഇടയിലേക്ക് ട്രാക്ടർ. ഈ സൊസൈറ്റി അത് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഉത്തരവാദിത്വം കൂടെ വരുന്നുള്ളതാണ്. മറ്റത് ട്രാക്ടറുകാരന് ലാഭം ഉണ്ടെങ്കിലും മെച്ചമുണ്ടെങ്കിലും അവന്റെ സൗകര്യത്തിലാണ്. 40 സെന്റ് സ്ഥലം കൂട്ടാനാണോ അവൻ വരിക? അപ്പുറത്ത് നിങ്ങൾ 10 ദിവസം മുമ്പ് പറഞ്ഞായിരിക്കും, ഞാനിപ്പോ പറയുന്നു, പക്ഷെ ഞാൻ പറയുന്നത് 150 വരയ്ക്ക് കൂട്ടാനാണ്. അപ്പൊ അങ്ങനെ വരും. മറിച്ച് സൊസൈറ്റി ആവുന്ന സമയത്ത് നീ ഇത് ചെയ്താലേ അത് ചെയ്യുള്ളൂ എന്ന് പറയാൻ സൊസൈറ്റിക്ക് പറ്റും. കാരണം സൊസൈറ്റി പണി കൊടുക്കുന്ന പണിയാണ് അവൻ ചെയ്യുന്നത്. ഇത് ചെയ്തില്ലെങ്കിൽ നാളെ നീ വേണ്ട വേറെ ആളുണ്ടെന്ന് പറയാൻ സൊസൈറ്റിക്ക് പറ്റും. അതാണ് ഇതിനകത്തുള്ള മെച്ചം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞു, നമുക്ക് ആദ്യം തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റില്ല. നമുക്ക് ആദ്യം നമ്മൾ അവിടെ പോയി ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ള സംഭവമാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം എന്നാൽ മാത്രമേ ബാങ്കുകാർക്ക് അറിയുള്ളൂ ഇങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടുണ്ട്. പേരും നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ പ്രൂഫൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ, കാരണം പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യമാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ആവശ്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ കുറച്ചും കൂടെ നല്ല സേഫ്റ്റി ആയിട്ട് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു ആപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം സൈനപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക, ആ ഒരു രീതിക്ക് തന്നെയാണ് നമുക്ക് തുടങ്ങുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൈനപ്പ്, ഈ നീല കളർ ബട്ടണാണ് ഞാൻ അവിടെ അമർത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പേര്, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ചോദിക്കുന്നില്ല. നമ്മുടെ പേരും ഫോൺ നമ്പറും പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു 4 സംഖ്യയായിട്ട് എംപിന് സെറ്റ് ചെയ്യണം. എംപിന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തോ നമ്മുടെ ഇഷ്ടം, പക്ഷെ ആരും അറിയരുത് പെട്ടെന്ന്. കാരണം അത് കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ തന്നെയാണ് തുറക്കുന്നത്, ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ പേരും കാര്യങ്ങളും കൊടുക്കുകയാണ്. പേര്, ഫോൺ നമ്പർ, എംപിനായിട്ട് സെറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു മഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ഞെക്കണം. അപ്പോൾ സൈനപ്പ് കൊടുക്കുന്ന സമയത്ത് OTP വെരിഫിക്കേഷൻ ഉണ്ട്. കാരണം നമ്മളാണോ ഈ നമ്പർ നമ്മുടെ തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് OTP വെരിഫിക്കേഷൻ ചെയ്യുന്നത്. കോളായിട്ടാണ് വന്നത് ഇപ്പോൾ. അപ്പോൾ കോൾ അതാവുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. മെസ്സേജും വരും, കോളും വരും. ഇപ്പോൾ വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പിക്കും വരാനുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ OTP വരും, OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ മഞ്ഞ കളർ ബട്ടൺ ഞെക്കണം. ആ സമയത്ത് നമ്മൾക്ക് വേണ്ട സർവീസ് ഇതിപ്പോൾ കാണിക്കുന്നുണ്ട്. കൃഷിക്കാണെങ്കിൽ കൃഷി, വാഴയാണെങ്കിൽ വാഴ, ഉള്ളി കൃഷി, അതുപോലെ തക്കാളി, എന്താണ് നമ്മുടെ കൃഷി അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും എന്താ കൃഷി എടുക്കേണ്ടതെന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും വിചാരിക്കണം. നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിലാവും അത് നെൽകൃഷിയാണെന്ന്. അപ്പോൾ ഈ നെല്ല് ആദ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ലാൻഡ് പ്രിപ്പറേഷൻ, ആദ്യത്തെ ഒന്ന് നിലം ഉഴുതുക, ആ ഒരു പരിപാടി. അപ്പോൾ ഇത് ട്രാക്ടറും കാര്യങ്ങളാണല്ലോ നിലം ഉഴുതാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം ഈ ആദ്യത്തെ ഓപ്ഷനായിട്ട് നമ്മൾ അതും അമർത്തണം. അമർത്തുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ കൊടുക്കുകയാണ്, നിലം ഉഴുതാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് കൊടുത്താൽ മാത്രമല്ലേ അവർക്ക് അറിയുള്ളൂ ഈ ഒരു സ്ഥലത്തേക്കാണ് വരേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം. നമ്മുടെ നമ്പർ ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു സ്ഥലത്തേക്കാണ് വരേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പിൻ നമ്പർ അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ പിൻ നമ്പർ കൊടുക്കാം.
ആ സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ അവിടെ ഓട്ടോമാറ്റിക് ഫില്ലായി. പിൻ നമ്പർ മാത്രം കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ പാടശേഖരം കൊടുക്കുകയാണ്. അതിനുശേഷം എന്നാണോ എനിക്ക് ഈ ട്രാക്ടർ ആവശ്യം, എന്നാണോ ഈ ഉഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യം എന്നുള്ള ഡേറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാം, അല്ലാതെ അവൻ്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇപ്പം ഞാൻ ഡേറ്റ് കൊടുക്കുവാണ്, ഇപ്പം 26-ാം തീയതി എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ കൊടുക്കുവാണെങ്കിൽ ലോക്ക് ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കണം. ഞെക്കിയ ശേഷം നമുക്ക് എത്ര മണിക്കൂർ, അത് നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഉഴുതാൻ എത്ര നേരം വേണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് തൽക്കാലമായിട്ട് ഞാൻ ചുമ്മാ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾക്ക് അവരോട് കൂടുതലായി സംസാരിക്കണമെങ്കിൽ നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾക്ക് ഇത്ര നേരത്തിനുള്ളിൽ വരണം, നമ്മുടെ അടുത്ത് ഇത്ര സാധനങ്ങളില്ല, അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതും കൂടെ കൊണ്ടുവരണം എന്നുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പറയുവാണെങ്കിൽ അവർ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ടും കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൃഷി സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കണം, അവർ കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷി സ്ഥലത്തിൻ്റെ ഫോട്ടോ കൊടുത്തു. അതിനുശേഷം സെൻഡ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൽ സെൻഡ് ചെയ്യണം. അപ്പോൾ ഈ സർവീസ് എന്ത് ചെയ്യും, ഈ സർവീസ് ഉള്ള എല്ലാവർക്കും, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും, നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഈ സർവീസ് ഇങ്ങനെ പോവും. ഇങ്ങനെ ഒരു സർവീസ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യം വന്നിട്ടുണ്ട്, ട്രാക്ടർ വേണം ഉഴുതാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യം എല്ലാവർക്കും പോകുമ്പോൾ എല്ലാവരും ഈ മെസ്സേജ് കാണും. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പ്രൊഫൈൽ, നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് അവർ കൊടുക്കണം. നമ്മൾ ആദ്യമായിട്ട് ഇത് ആപ്പ് തുടങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത്രയ്ക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ കയറിയിട്ട് നമുക്ക് എന്താ ആവശ്യം പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇപ്പോൾ അത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കയറുന്നതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ആധാർ കാർഡും കൊടുക്കണം. കാരണം നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി നമുക്ക് മനസ്സിലാക്കണം, അവർക്കും വിശ്വാസം വേണം നമ്മളോട്, നമ്മൾക്കും അവരോട് വിശ്വാസം വേണം. അപ്പോൾ നമ്മളെ കുറച്ചും കൂടി വിശ്വാസമാവാൻ നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളും നമ്പർ എല്ലാം കൊടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. പ്രൊഫൈൽ പറഞ്ഞു വെച്ചാൽ നമുക്ക് അക്കൗണ്ട്, അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ കൊടുത്തു, നമുക്ക് എന്താണ് ആവശ്യം, ട്രാക്ടർ നമുക്ക് എന്താണ് കൊയ്ത്തിനാണ് ആവശ്യം, ട്രാക്ടറാണ് ആവശ്യം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്തു, നമ്മൾ ബുക്ക് ചെയ്തു സർവീസ്. അതിനുശേഷം ഈ മെസ്സേജ് ഫുള്ളും ആർക്ക് പോവും, നമ്മുടെ സർവീസ് തരുന്ന ആൾക്ക് പോവും. അതിനുശേഷം അവർക്ക് വേണം, നമുക്ക് അവർക്ക് ഈ ഒരു സമയത്ത് നമുക്ക് തരാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് മെസ്സേജ്, നമുക്ക് ഓരോ ആൾക്കാരെല്ലാം നമ്മൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പോണത്, ഇത് കാണുന്ന നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നമുക്ക് ട്രാക്ടർ, അപ്പോൾ 1 മണിക്കൂറിന് അവർ പറയുന്നുണ്ട് 250 രൂപയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ജസ്റ്റ് ഞാൻ സാമ്പിൾ വെച്ചാണ്, കൂടുതലായിട്ടല്ല. ചിലപ്പോൾ നെറ്റ് കണക്ഷൻ പോകും. 1000 രൂപ ചിലപ്പോൾ, അതിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു ഇത് എക്സാമ്പിൾ വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി അവരുടെ പ്രൊഫൈൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത് അവരെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ഈ പച്ച ബട്ടൺ ഞെക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് വേറെ ആൾക്കാർ നമുക്ക് കുറച്ചും കൂടി ഇതിലേക്കാളും ലാഭം തരുന്നതോ കുറച്ചും കൂടെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെ വരും, നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് കുറേ മെസ്സേജ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ചെയ്താലേ നല്ലതാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സെലക്ട് ചെയ്തിട്ട് അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ചും കൂടി ലാഭം തരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇത് അക്സെപ്റ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്യാം, കുറച്ച് വേണമെങ്കിൽ അടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പണി കഴിഞ്ഞ ശേഷം വേണമെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾക്കുള്ള കീടനാശിനികൾ വീട്ടിൽ തന്നെ എത്തിക്കുന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞ പ്ലാന്റെക്സ് ആപ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് കീടനാശിനികൾ നമുക്ക് ആപ്പ് തന്നെ പറഞ്ഞുതരും ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ കീടനാശിനി അപ്പോഴും നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്നത് നമ്മൾ ചിന്തിച്ചത്, അല്ലാതെ വീട്ടിൽ വരുത്തിക്കുന്ന കാര്യം നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ വീട്ടിൽ വരുത്തുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു അഗ്രി ഇമാർട്ടിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഗൂഗിൾ എടുത്തിട്ട് അഗ്രി ഇമാർട്ട് എന്ന് പറഞ്ഞ .in എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഇതാണ് നമ്മുടെ ആപ്പ്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ മരുന്നുകളും ഇതിൽ തന്നെ ഉണ്ട്. ഇതിലിപ്പോൾ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ ഇത് ഇംഗ്ലീഷിലാണ്, അത് മലയാളത്തിൽ വരും. ചെയ്യുമ്പോഴത്തേക്കും
ഇതിപ്പോ ഉള്ളത് ഈ സൊസൈറ്റിയുടെ സ്റ്റോക്കിൽ എന്താണോ ഉള്ളത് അത് മാത്രം. ഈ സൊസൈറ്റിയുടെ സ്റ്റോക്കിൽ എനിക്ക് അയച്ചു തന്ന ലിസ്റ്റാണ് അതെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഇത് സ്റ്റോക്ക് ക്ലിയറൻസ് മാത്രമല്ലേ ആവുള്ളൂ. അല്ല സാർ, ആക്ച്വലി എന്താണോ ഉള്ളത് അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഇപ്പൊ സൊസൈറ്റി വീട്ടിലെത്തിച്ച് തരുമെന്ന് പറയുന്നുണ്ടല്ലോ, വീട്ടിലെത്തിച്ച് തരണമെങ്കിൽ സൊസൈറ്റിയുടെ സ്റ്റോക്കിൽ എന്താണോ ഉള്ളത് ആ സാധനങ്ങൾ എത്തിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ആ സംഭവം എന്താണോ ഉള്ളത് അത് ഇതിനകത്ത് എല്ലാം ക്രമേണ രണ്ട് കാര്യം നടക്കും. ഒന്ന്, ഇതിനകത്തുള്ള ഇൻഫർമേഷൻ കൂടിക്കൊണ്ടും വരും. ഈ ബിസിനസ് നന്നായിട്ട് നടക്കുന്നതിനനുസരിച്ച് സൊസൈറ്റിയിൽ സ്റ്റോറിൽ സാധനങ്ങളും കൂടും അല്ലെ, ഉറപ്പായും കൂടും. കാരണം കർഷകൻ എന്താണോ ആവശ്യം അതാണ് സൊസൈറ്റിയിൽ വരുന്നത്. അല്ലാതെ കർഷകൻ ആവശ്യമില്ലാത്തൊരു സാധനം സൊസൈറ്റിയിൽ ഉണ്ടാവില്ല, കർഷകൻ ആവശ്യമുള്ള സാധനം ഇവിടെ ഇല്ലാതിരിക്കില്ല, ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ ശരിക്കുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ആപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് പറയുമ്പോൾ ഇന്ന മരുന്ന് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ സൊസൈറ്റിയിലെ സ്റ്റോറിൽ ഉണ്ട് എന്നുള്ളത് അവിടെ തന്നെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ ആപ്പ് വഴി ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാനും പറ്റും. അത് സൊസൈറ്റി വീട്ടിലെത്തിച്ച് പ്ലാന്റെക്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കഴിവില്ല, കാരണം പ്ലാന്റെക്സ് ഒരു ജർമ്മൻ കമ്പനിയുടെയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് KVKക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതൊന്നും നാളെ വരുന്ന സംഭവമല്ല, പക്ഷെ വളരെ പെട്ടെന്ന് വരുന്ന സംഭവം. അപ്പൊ നമ്മൾക്ക് എന്താ വെച്ച് നമുക്ക് കാണാൻ വേണ്ടി ഏത് മരുന്ന് വേണം എന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അത് തന്നിട്ടുണ്ട്. 100 തൊട്ട് 700 രൂപ വരെയാണ് ഇതിന് വില വരാൻ വേണ്ടിയിരിക്കും. നമുക്ക് 100 ഗ്രാം വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 250 ഗ്രാം വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ 500 ഗ്രാം, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ 100 ഗ്രാം കൊടുക്കുകയാണ്. അപ്പോൾ 100 ഗ്രാമിന് 100 രൂപയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു പാക്കറ്റിനാണ് ഇപ്പോൾ 100 രൂപ. നമുക്ക് വേണമെങ്കിൽ കൂട്ടുന്ന ബട്ടൺ കൊടുത്ത ശേഷം 2 ആക്കി വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും ഒരു ബട്ടൺ വരെ കൊടുത്ത് നമുക്ക് എത്രയാണ് എണ്ണം അനുസരിച്ച് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ആ മഞ്ഞ ബട്ടൺ ആഡ് ടു കാർട്ട് എന്നുള്ള ഒരു സംഭവമുണ്ട്, അത് നമ്മൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷം അതിന് മുകളിലുള്ള വ്യൂ കാർട്ട് ആ ഒരു ഓറഞ്ച് ബട്ടൺ, ആരും പേടിക്കേണ്ട, എന്തായാലും ഇന്ന് മലയാളത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തായാലും എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വ്യൂ കാർട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് കാണും നമ്മൾ പർച്ചേസ് ചെയ്ത ആ 200 രൂപ, ആ 200 രൂപേൻ്റെ സാധനം. അതിന് പുറമെ നമ്മൾ പർച്ചേസ് ചെയ്ത ആ സാധനത്തിൻ്റെ വിലയും കണ്ടു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ചില സമയത്ത് നമുക്ക് കാണാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണോ? ഓർഡർ ചെയ്യാറുണ്ടോ? പർച്ചേസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. നമുക്ക് കൂപ്പണൊക്കെ തരും. ചില സീസൺ ആകുമ്പോൾ ചിലപ്പോൾ വില കുറച്ചൊക്കെ തരും. അല്ലെങ്കിൽ നമുക്ക് ഇത്ര 2-3 പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കുന്നതിൻ്റെ 10% കുറച്ചിട്ടൊക്കെ തരും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കൂപ്പൺ കാർഡ് നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ട് കോഡും കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂപ്പൺ കോഡിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടാൻ വേണ്ടി സഹായിക്കും. അതിനുശേഷം ഇതിൽ പ്രൊസീഡ് ടു ചെക്കൗട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലോട്ട് പോവാം. അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണ് വരേണ്ടത് സാധനം, നമ്മുടെ വീടിൻ്റെ അഡ്രസ്സും നമ്മുടെ പേരും നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കേണ്ടത്. അതിലിപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വെച്ച് കൊടുക്കുവാണ്. എൻ്റെ ഡീറ്റെയിൽ മൊത്തം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു സാധനം നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അഡ്രസ്സും പിൻകോഡും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് അറിയണം. അല്ലാതെ അത് വീട്ടിലോട്ട് എത്തിക്കാൻ പറ്റൂല അതിന്. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്ത ശേഷം താഴോട്ടൊരു ബട്ടൺ ഉണ്ട്, പ്ലേസ് ഓർഡർ. പ്ലേസ് ഓർഡർ പറഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ നിക്ഷേപിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്ലേസ് ഓർഡർ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്താവും, നമ്മുടെ ഓർഡർ അവിടെ വന്നു. അതിന് ശേഷം നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളുടെ ഓർഡർ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അത് എടുക്കുക, എത്ര എണ്ണം വേണം നമ്മൾ എടുക്കുക. അതിന് ശേഷം ഗ്രാം, 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം, 250 ഗ്രാം ആണെങ്കിൽ 250 ഗ്രാം, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുത്ത ശേഷം നമുക്ക് ഓർഡർ കൺഫേം ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം നമുക്ക് മുകളിൽ ഓർഡർ ID പറഞ്ഞ സാധനം, നമുക്ക് ഇതിപ്പോൾ ഇന്നലെ ഓർഡർ ചെയ്താൽ നാളെ തന്നെ എത്തണം എന്നില്ല. ചിലപ്പോൾ 2 ദിവസം ആവും, ചിലപ്പോൾ നാളെ തന്നെ എത്തിയേക്കാം. അത് എവിടെ എത്തി, എപ്പോൾ എത്താന്നുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ കോഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു 3 ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാക്ക് യുവർ ഓർഡർ എന്നൊരു സംഭവം ഉണ്ടാവും.
അത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറും നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് മുമ്പ് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തായിരുന്നു. ആ ഫോൺ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ ആയിട്ടുണ്ട്, അത് എവിടെ എത്തി, എത്ര മണിക്ക് നിങ്ങളുടെ കയ്യിലെത്തും എന്നുള്ള മൊത്തമുള്ള ഡീറ്റെയിൽസ് നമ്മൾക്ക് ഈ ആപ്പിലൂടെ കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് അവിടെ പോയി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അത് വീട്ടിൽ തന്നെ എത്താൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആപ്പ്.